സുധാകരൻ വരില്ലെന്നായിരുന്നു ഹൃദയം വിചാരിച്ചത്. പെട്ടെന്ന് വന്നു കേട്ടപ്പോ ഫേസ് ചെയ്യാൻ ഒരു വിഷമമുണ്ട്. സുധാകരന്റെ കയ്യിലേക്ക് എടുത്തു വെച്ച് തരുന്നത് വരെ തനി തങ്കം പോലുള്ള സ്വഭാവമായിരുന്നു എന്റെ മോൾക്ക്. എവിടാ എന്താ കുഴപ്പം പറ്റിയതെന്ന് എനിക്കൊരു പിടിയില്ല സുധാകര. അവൾ ഇവിടെ കുറച്ചു ദിവസം നിൽക്കട്ടെ. ഒരു സെപ്പറേഷൻ നല്ലതാ. തെറ്റി ശരി ഒന്ന് അരിച്ചെടുക്കാൻ സമയവും കിട്ടും. എന്തെങ്കിലും ഒരു പരിഹാരം കാണാത്തിടത്തോളം ഭാവിയിൽ ഇത് വളരുകയുള്ളൂ. പരിഹാരം എന്താണ് വേണ്ടതെന്ന് എനിക്കറിയാം. പക്ഷെ അതൊരിക്കലും ഗംഗയിലേക്കുള്ള ഒരു ചാട്ടമായിരിക്കില്ലെന്ന് അമ്മയും മോള് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാ. മോൻ ചായ കുടിക്കേ? വേണ്ട, സത്യം പറയാലോ. ഇപ്പൊ ഈ ചായ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് തറവാട്ടിലെ പശുക്കൾക്ക് പിണ്ണാക്ക് കലക്കി കൊടുക്കുന്ന, വാങ്ങിച്ച മൃഗത്തിന് ദാഹിക്കുമ്പോ കൊടുക്കുന്ന വെള്ളം. അത്ര തന്നെ. വിഷമം കൊണ്ട് പറയുക, ഒരു മകളെ കല്യാണം കഴിച്ചു കൊടുത്താൽ അവനെ സ്വന്തം മകനെ പോലെ കാണുക, അവന്റെ വിഷമം സ്വന്തം മകന്റെ വിഷമായിട്ട് കാണുക, അല്ലാതെ മകളെ കെട്ടിയ ഭർത്താവായിട്ടല്ല. എന്തെങ്കിലും ഒരു പരിഹാരം. പരിഹാരമൊക്കെ ഞാൻ കണ്ടു കഴിഞ്ഞു. അവളെവിടെ? വേണ്ട, ഓരോ ദിവസവും ഇന്ന് വരും എന്ന് ഞാൻ വിചാരിക്കും. സുധാരൻ ഇന്നല്ലേ ഒന്ന് വരാൻ തോന്നിയത്? എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? എന്നെ ചതിച്ചു കണ്ടപ്പോ പെട്ടെന്ന് എന്തൊക്കെ വിളിച്ചു പറഞ്ഞതാണോ? അതൊക്കെ ഞാൻ സഹിക്കണം എന്നാണോ നീ പറയുന്നത്? സഹിക്കാൻ പറ്റില്ലാച്ചാല് പിന്നെന്തിനാ എന്നെ കല്യാണം കഴിച്ചത്? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ വെച്ച് ഈ നിമിഷം നമുക്ക് പിരിയാം. നിന്റെ താളത്തിനൊത്ത് തുള്ളാനേ മരണം വരെ എന്നെ കൊണ്ട് സാധിക്കില്ല. അങ്ങനെ ഇപ്പൊ എന്നെ വഴിയിൽ ഇറക്കി വിടാമെന്ന് കരുതണ്ട. മരണം വരെ ഈ ബന്ധം ഒഴിയാൻ ഞാൻ സമ്മതിക്കില്ല. ഒരിക്കലും സമ്മതിക്കില്ല. എന്തൊരു കഷ്ടമാണ് ദൈവമേത്. ഉടുമ്പ് പിടിച്ചതുപോലെയാണല്ലോ ഈ പണ്ടാറ എന്നെ പിടിച്ചേക്കണത്. സുധാകരേട്ടാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. എന്തിനാ? സർക്കസ് കളിക്കാനാ? ദേ, നിന്റെ മനസ്സിൽ 100,000 ദുഷ്ടത്തരങ്ങളുണ്ട്. പിന്നെ നിനക്ക് തന്നെ പിടിയില്ലാത്ത ചീപ്പ് കോംപ്ലക്സും ആവശ്യത്തിന് വട്ടും. എന്ത് ധൈര്യത്തിനാണ് ഞാൻ ഇതൊക്കെ എടുത്ത് എന്റെ തലയെ കയറ്റി വെക്കണേ? 11 പെട്ടികൾ ഞാൻ അവിടെ കൊണ്ടുവന്നിട്ടില്ലേ? അതിലേതെങ്കിലും ഒന്നിന്റെ ഉള്ളില് ആരുടെയെങ്കിലും ഫോട്ടോ സുധാകരേട്ടൻ കണ്ടോ? കണ്ടു നോക്കണം. അപ്പൊ അറിയാം സുധാകരേട്ടൻ അതെങ്ങനെ ഫീൽ ചെയ്യണമെന്ന്. അത് കണ്ടപ്പോ എന്റെ തലയ്ക്ക് തീ പിടിച്ചാണോ തെറ്റ്? അല്ലാത്തപ്പോഴും നിന്റെ തലയ്ക്ക് തീ പിടിക്കാറുണ്ടല്ലോ. അപ്പോഴോ? അതെനിക്കറിയില്ല. മനഃപൂർവ്വം ഞാൻ എന്റെ തലയ്ക്ക് ഒരിക്കലും തീ വെക്കാറില്ല. പെട്ടിയിൽ വേറൊരാളുടെ ഫോട്ടോ കാണുന്നതൊക്കെ സാധാരണയാ. ഒന്ന് കണ്ടുപോയി വിചാരിച്ച് ഞാൻ നിന്നെ പോലെ വാളെടുക്കാനൊന്നും പോണില്ല. എനിക്കതൊക്കെ സാധാരണയാ. എനിക്കിതൊന്നും സാധാരണയല്ല. ഞാനിത് സമ്മതിക്കില്ല. എന്ത് പറഞ്ഞാലും സമ്മതിക്കില്ല. എന്നാ പിന്നെ പറഞ്ഞു തൊലക്കടി. ഞാൻ എന്താണ് വേണ്ടത്? നമുക്ക് വീട്ടിലേക്ക് പോവാം പ്ലീസ്. സുധാരേട്ടൻ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ അമ്മയോട് ബെറ്റ് വെച്ചിരുന്നു. അതിന്റെ തെളിവായിട്ട് എന്നെ കൂട്ടാൻ സുധാരേട്ടൻ ഇവിടെ വരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പൊ എന്തായി? ഞാൻ ജയിച്ചില്ലേ? നമുക്ക് പോവാന്നേ പ്ലീസ്. ഇനി നീനെ തെറി വിളിക്കുവോ? ഇല്ല. അനാവശ്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുവോ? ഇല്ല. എന്റെ അമ്മയെ നന്നായി നോക്കുവോ? അമ്മയുടെ കാര്യങ്ങൾ അമ്മ തന്നെ നന്നായിട്ട് നോക്കില്ല. അല്ല, വേറൊരാൾ നോക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാ. ഇഷ്ടമാവണ്ട, എന്നാലും നോക്കുവോ? ആ, നോക്കും. നടക്ക്. ഇത്രയും ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചില്ലേ? ഇനി ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കട്ടെ? എന്താ? ഇനി വേറെ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ പോവോ? ഇല്ല. തീർച്ച? തീർച്ച. ഒരുമാതിരി അലവലായിത്തരം കാണിക്കുന്നത് സൂക്ഷിച്ചു വേണം. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചില്ലടി നിന്റെ നട്ടപ്രാന്തോടെ കാണിക്കേണ്ടത്. കയ്യിൽ കിട്ടുന്ന മുഴുവെടുത്ത് കിണറ്റിലിടാനേ നിന്റെ മുത്തപ്പൻ സമ്പാദിച്ച് എടുത്തിട്ടല്ലേ ഞാൻ കുടുംബം പോറ്റുന്നത്. ഉണങ്ങാനിട്ടിരുന്ന നെല്ല് കൊത്തി തിന്നാൻ വന്ന കോഴിയെ ഞാൻ ഓടിച്ചത് തെറ്റാ. കിണറ്റില് ബക്കറ്റ് വീഴാൻ നേരം അത് പിടിക്കാൻ ചെന്നപ്പോ അറിയാതെ എന്റെ കൈ തട്ടിയിട്ടാ തുണികൾ കിണറ്റ് വീണത്. അത് ഞാനെന്ത് വെച്ചു? വേണമെന്ന് വെച്ചിട്ടല്ലേ ഭദ്രകാളി നീ രണ്ടാമത് ബക്കറ്റ് കൂടി എടുത്ത് കിണറ്റിലിട്ടത്. ബാക്കിയുള്ളവരുടെ മുമ്പ് വെച്ച് എന്നെ എന്തിനാ ചീത്ത പറഞ്ഞത്? അതുകൊണ്ടാണ് ഞാൻ അതെടുത്ത് കിണറ്റിലിട്ടത്. അതിനെത്ര കടന്ന് തുള്ളാനൊന്നുമില്ല. അധികം ആഴയില്ലാത്ത കിണറാ. ഇറങ്ങി എടുക്കാൻ ഇത്തിരി ആണത്തം വേണമെന്നേ ഉള്ളൂ. തടുക്ക നീ. നിന്നെ ഞാൻ നിന്റെ ഒരു ഒട്ടുക്കലത്ത നിന്റെ പെട്ടി കൊണ്ടോരോടങ്ങാനായിട്ട്. നിങ്ങൾ എന്ത് പ്രാന്തമായി കാണിക്കണേ? ഞാൻ ഈ വീടിനെ തീ വയ്ക്കാൻ പോവാ. നന്നായി. ഈ ചെറുത്താന്റെ പ്രാന്ത് ഇന്നത്തോട് കൊടുത്തിരണം. ആ പൊട്ടിച്ചോ, എല്ലാം പൊട്ടിച്ചോ. എനിക്കൊരു ചുക്കും ഇല്ല. അമ്മ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട, വരൂ. കേട്ടില്ലേ? ഇങ്ങനെ സംഭവിച്ചാൽ അത്ഭുതമില്ല.
ഇതിലും ഭയങ്കരയാണ് ഹൃദയത്തിന്റെ അമ്മ എന്ന് കേട്ടിട്ടുണ്ട്. അവരുടെ ഒറ്റ സാമർത്ഥ്യം കൊണ്ടാണ് ഹൃദയത്തിന്റെ അച്ഛൻ ഗംഗേലി ആടിയത്. കഴിഞ്ഞോ? ഇനി എപ്പോഴാ അടുത്ത യുദ്ധം? അതിനു മുമ്പ് എന്നെ എന്റെ ഏട്ടന്റെ വീട്ടിൽ കൊണ്ട് വിട്ടേക്ക്. ഇവിടുന്ന് 1 മണിക്കൂർ യാത്രയല്ലേ ഉള്ളൂ. അമ്മ ഇപ്പൊ എവിടെയും പോണ്ട. ഇതിനകത്ത് ഒന്നും സംഭവിക്കില്ല. ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. സ്ത്രീ എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയാ. അവളെ തല്ലാന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയെ തല്ലുന്നതിന് തുല്യ. അറിയോ? ആ സുധാകരൻ കൂടെ വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. മഹാലക്ഷ്മിയുടെ കാര്യം പങ്കജ അടുത്തുള്ളതുകൊണ്ട് ഞാനൊന്ന് അടിവരയിട്ട് പറഞ്ഞതാ. ഒരു പെണ്ണിനും അത്ര പെട്ടെന്ന് മഹാലക്ഷ്മി ആവോക്കില്ല. എന്നാലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൂടെ? ഈ ദാമ്പത്യത്തിൽ ഇനി അഡ്ജസ്റ്റ് ചെയ്യാൻ ഒന്നുമില്ല സാറേ. അഴിച്ചു മാറ്റാനേ ഉള്ളൂ. മടുത്തു. എന്നെ ഒന്ന് രക്ഷിക്കാൻ കഴിയുമോ? കഴിയും, ഞങ്ങൾക്ക് കഴിയും. ചില ബന്ധങ്ങൾ മനുഷ്യനെ ഒഴിയാബാധ പോലെ പിന്തുടരും. അതിന് ശാശ്വതമായ ഒരു പരിഹാരമേ ഉള്ളൂ മിസ്റ്റർ സുധാകരൻ. അതിന് ഞങ്ങളെ സമീപിക്കുക, അല്ലെങ്കിൽ ജീവിതാവസാനം വരെ നരകിക്കുക. തനിക്ക് എന്താ വേണ്ടത്? താൻ ആരാടോ? എന്നെക്കുറിച്ചുള്ള വിവരങ്ങൾ തന്റെ തൊട്ടു മുന്നിലുണ്ട്. മേശപ്പുറത്ത് കാണുന്ന ചുവന്ന ഫയൽ ഒന്ന് മറച്ചു നോക്കിയാൽ മതി. എന്റെ വിസിറ്റിംഗ് കാർഡ് അതിലുണ്ടാവും. അതൊന്ന് എടുത്തു നോക്കിക്കൂടെ? ഏറ്റെടുക്കുന്ന ജോലിയിൽ പോലീസിൽ നിന്ന് പോലും പ്രശംസാപത്രം നേടിയിട്ടുള്ളവനാണ് ഈ ആന്റണി ഡിസിൽവ. അശേഷം സ്നേഹിക്കാതെ ശാപമായി തീരുന്ന ഏത് ബന്ധവും ഒരു കുഞ്ഞിനെ പോലും അറിയിക്കാതെ മായ്ക്കാൻ എനിക്ക് കഴിയും. നിങ്ങൾക്കും കുറേശ്ശെ ഭ്രാന്തുണ്ടോ? ഈ ഭ്രാന്ത് മറ്റാളെ നശിപ്പിക്കാനുള്ള ഭ്രാന്തല്ല, റേഷൻ വാങ്ങാനുള്ള ഭ്രാന്താണ്. നിങ്ങൾക്കറിയോ, ഈ രാജ്യത്തിന് മനുഷ്യന് പോലും ഒരു ജോലി കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കണ്ട. തൊഴിലില്ലാത്തവർ അത്രയേറെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. 1 മിനിറ്റിന് 2 കുട്ടികൾ ജനിക്കുമ്പോൾ അതേ മിനിറ്റിന് 3 കള്ളത്തോക്കൾ ഉണ്ടാക്കുന്ന വിധം ഈ നാട് അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ തോക്കെടുത്ത് തലങ്ങും വിലങ്ങും പാവങ്ങളെയാണ് വെടിവെച്ച് കൊല്ലുന്നത്. ഞങ്ങൾ അതൊന്ന് വ്യത്യാസപ്പെടുത്തി. നിങ്ങളെപ്പോലുള്ള നിരപരാധികൾക്കും നന്മ നിറഞ്ഞവർക്കും ശല്യമായി തീരുന്നവരെ ഞങ്ങൾ തട്ടുന്നു. പിന്നെ ഒരാളെ നശിപ്പിക്കാൻ ആരെങ്കിലും ഏൽപ്പിച്ചാൽ അയാൾ നശിപ്പിക്കപ്പെടേണ്ടവനാണെന്ന് ഞങ്ങൾക്കും ബോധ്യപ്പെടണം. അല്ലാതെ ഞങ്ങൾ അകൃത്യം ഏറ്റെടുക്കാറില്ല. അണ്ടർസ്റ്റാൻഡ്? എന്താ നിങ്ങളുടെ ഉദ്ദേശം? ചില ഭ്രാന്ത് ചികിത്സിച്ചാൽ മാറും. ചികിത്സിച്ചാലും മാറാത്ത ഭ്രാന്താണ് നിങ്ങളുടെ ഭാര്യയുടേത്. നിങ്ങൾ ആത്മഹത്യ ചെയ്യുന്നതിലും നല്ലത് നിങ്ങളുടെ ഭാര്യ അങ്ങ് തട്ടുന്നത്. പോക്കിരിത്തരം പറഞ്ഞാലുണ്ടല്ലോ, പിടിച്ചാൻ പോലീസിനെ ഏൽപ്പിക്കും. അവരെന്നെ ഒരു ചുക്കും ചെയ്യില്ല മിസ്റ്റർ. വളരെ ലളിതമായി ഒരു സാധാരണ മരണം പോലെ കാര്യം ഞങ്ങൾ തീർത്തു തരാം. വെറും 25,000 രൂപയാണ് ഫീസ്. രൂപ നിങ്ങളുടെ ഭാര്യയുടെ തന്നെ ഉണ്ടല്ലോ, അത് തന്നെ എടുത്തങ്ങ് വീശ്. ഇനിയും സമയമുണ്ട്. അടുത്ത ഞായറാഴ്ച വരെ കാർഡിലുള്ള എന്റെ നമ്പറിൽ മാറ്റം വരില്ല. 3568. അത് കഴിഞ്ഞാൽ മാറ്റം കാണും. ഓക്കെ, സീ യു. ആ കുട്ടി 5 മിനിറ്റ് കാണാതാവുമ്പോഴത്തേക്ക് എനിക്കങ്ങ് ആദ്യ. ഇത്ര നേരം എന്റെ മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നതാ. ഇതെവിടെ പോയി? ഞാനും കണ്ടിട്ട് കുറെ നേരായി. ഇന്ന് ആ കുട്ടിയെ പുറത്തേക്കെങ്ങും കണ്ടതേ ഇല്ലല്ലോ. ഇനി ഇതിനകത്തെങ്ങാനും. മോളെ, എനിക്ക് ആകെയുള്ളത് ഒരു മോനാ. ആ മോനെ പോടാ പട്ടിന്ന് ഇത്തിരി വെള്ളം പോലും ചേർക്കാതെ വിളിച്ചു പറഞ്ഞിട്ട് ഇവള് കിടന്ന് മൂങ്ങുന്ന കണ്ടില്ലേ? കരയാതെ മോളെ. ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. വായിൽ തോന്നിയതൊക്കെ. ഞാൻ എന്താ ചെയ്യുക? എത്ര ക്ഷമിച്ചാലും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ വരുന്നതിന് മുമ്പ് സുധാകരൻ വേറൊരു പെണ്ണിനെ സ്നേഹിച്ചതുകൊണ്ടാ എന്റെ സ്നേഹം മനസ്സിലാകാത്തത്. എന്റെ അടുത്തിരിക്കുമ്പോൾ അവളെ പറ്റിയ വിചാരം. എന്നോട് ആർക്കും ഒരു സ്നേഹമില്ല. എന്താ മോളെ നീ പറയുന്നേ? ആർക്കും സ്നേഹമില്ലെന്ന് പറയാൻ ഈ സ്നേഹം എന്താ ഒരുമാതിരി തിന്നാൻ കിട്ടുന്ന സാധനം ഒക്കെ ഉണ്ട്. എനിക്ക് സ്നേഹമില്ലെന്ന് മോള് പറഞ്ഞാലും ഞാൻ സഹിക്കും. പക്ഷെ സുധാകരന് സ്നേഹമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ സഹിക്കില്ല.
സത്യം പറയാലോ, സുധാകരന് നിന്നോടല്ലാതെ വേറെ ഒരു പെണ്ണിനോടും അടുപ്പില്ല. ഞാനല്ലേ പറയണേ? അപ്പോ ആ പെണ്ണിപ്പൊ കാണാറേ ഇല്ല? ഇല്ല. അമ്മയ്ക്ക് എത്ര ഉറപ്പാ? ഉറപ്പാ. ദേ, മോൾ എന്റെ ഈ കണ്ണ് കണ്ടോ? അവൻ ഈ കണ്ണിലെ കൃഷ്ണമണിയാ. വെറുതെ എന്തിനാ അത് കുത്തിപ്പൊട്ടിക്കണേ? എനിക്ക് സുധാകരനെ ഇപ്പൊ കാണണം. ആ, ദേ, അത് അവനായിരിക്കും. മോളി എന്നിത്തിരി സ്നേഹത്തിൽ അവനോട് 5-6 വർത്താനം പറ. പോ. വീട്ടിൽ ഒറ്റയ്ക്കാണെന്നും പറഞ്ഞിട്ട് സുധാകരൻ എങ്ങോട്ട് പോയിരിക്കുക? 4ാമത്തെ തവണയാണ് ഞാൻ വിളിക്കുന്നത്. എന്താണെന്നും മിണ്ടാത്തത്? ഇങ്ങനെ മിണ്ടാതിരിക്കാനാണോ എന്നോട് വിളിക്കാൻ പറഞ്ഞത്? ഹൃദയകുമാരിക്ക് മാത്രമല്ല, ഈ രമണിക്കും ഉണ്ടൊരു ഹൃദയം. സുധാകരന്റെ ഇഷ്ടക്കേട് കാണുമ്പോ ഈ ഹൃദയം വേദനിക്കും. അവൻ എന്താ മോളെ പറഞ്ഞത്? പോകുന്നുണ്ടായിരുന്നു. തള്ളയുടെ ഒരു കള്ള സ്നേഹം കണ്ടില്ലേ? ഒരു പെണ്ണിന്റെ കുടുംബം കലക്കാൻ ഫോൺ ചെയ്തതിന് 15 ഉലുവയോ? കൊണ്ടുപോടോ, എനിക്ക് 300 കിട്ടണം. ഗുണഘോഷം പഠിച്ചിട്ടുണ്ടോ? എഞ്ചുവടി. ഈ 15-ന് 20 കൊണ്ട് പെരുക്കിക്കോ, അത് 300 ആയിക്കോളും. തന്നില്ലെങ്കിൽ വീണ്ടും അവരെ വിളിച്ച് ഞാൻ സത്യം പറയും. അതറിയാവുന്നത് കൊണ്ടാണടി ആ നമ്പർ ഞാൻ തന്നെ കറക്കിയിട്ട് റിസീവർ മാത്രം നിനക്ക് തന്നത്. ആന്റണി ഡിസിൽവയ്ക്ക് നേരെ വാളോങ്ങിയവരാരും സ്വന്തം തല വെട്ടാതെ വാൾ നിലത്തിട്ടിട്ടില്ല.